أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. സൂറത്തു തീനിലെ 1 മുതൽ 4 വരെ ഉള്ള ആയത്തുകളാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകും: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലിവും കൊണ്ട് സത്യം, സീനായ് മലയെക്കൊണ്ട് സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ട് സത്യം. വത്തീനി വസ്സൈത്തൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസ്രത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹിജ്റത്ത് സംഭവങ്ങൾ മക്കക്കാർക്ക് മുമ്പാകെ വെക്കുകയുണ്ടായി. അതിനുശേഷം തൂരി സീനീന എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ഉദാഹരണം വെക്കുകയുണ്ടായി. ഈ ഉദാഹരണത്തിൻ്റെ വിശദീകരണത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായി പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കേണ്ടതായി മനസ്സിലാക്കുന്നു. അത് തൂർ എന്ന വാക്കിനെ കുറിച്ചാണ്. പല മുഫസ്സിരീങ്ങളും എഴുതിയിരിക്കുന്നത് തൂർ എന്നത് ഒരു പ്രത്യേക പർവ്വതം ആണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ പർവ്വതങ്ങളെയും തൂർ എന്ന് പറയാവുന്നതാണ്. അതായത് തൂർ എന്നതിൻ്റെ വാക്കർത്ഥം പർവ്വതം എന്നാണ്, അല്ലാതെ ഒരു പ്രത്യേക പർവ്വതത്തിൻ്റെ പേർ തൂർ എന്നല്ല. അതുകൊണ്ട് തന്നെ തൂരി സീനീന എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം സീനായിലെ ഒരു പർവ്വതം എന്ന് മാത്രമാണ്. പലവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സീനായിലെ ആ പർവ്വതത്തിൻ്റെ പേരാണ് തൂർ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. തൂർ എന്ന പദത്തിന് പർവ്വതം എന്ന് മാത്രമാണ് അർത്ഥം, അല്ലാതെ അത് ഒരു പർവ്വതത്തിൻ്റെയും പേരല്ല. ഈ ഒരു കാര്യം തന്നെയാണ് യൂറോപ്യൻ ചരിത്രകാരന്മാരും മുന്നോട്ട് വെക്കുന്നത്. ഇതിനുള്ള തെളിവ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. സൂറത്തു തൂറിൽ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവവുമായി ബന്ധമുള്ള പർവ്വതത്തെക്കുറിച്ച് പരാമർശിക്കാൻ തൂർ എന്ന പദത്തിന് മുൻപാകെ അലിഫ് ലാം ഉപയോഗിക്കുകയുണ്ടായി. അതായത് അതിനെ അത്തൂർ എന്നാണ് വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, അറബി ഭാഷയിൽ അലിഫ് ലാം വരുമ്പോൾ അത് ഒരു ജനറലായിട്ടുള്ളൊരു വാക്കിനെ ഒരു പ്രത്യേക വാക്കാക്കി മാറ്റുന്നതാണ്. അതായത് ഇംഗ്ലീഷിൽ ഏതുപോലെ ദ എന്ന പറഞ്ഞ പദം വരുന്നുവോ അതുപോലെ. നമുക്കറിയാം, ഇംഗ്ലീഷിൽ പ്രൊഫറ്റ് എന്ന് പറയുമ്പോൾ ഏത് നബിയെയും ആവാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനു മുമ്പാകെ ദ എന്ന പറഞ്ഞ പദം യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ദ പ്രൊഫറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക നബിയെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പൊതുവിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തൂർ എന്നതുകൊണ്ട് ഏത് മലയുമാകാം. പക്ഷേ അത്തൂർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ആ പ്രത്യേക മലയെ തന്നെയാണ്. പിന്നെ ഈ ആയത്തിൽ, അതായത് തൂരി സീനീന എന്ന ആയത്തിൽ ആ തൂർ എന്നതുകൊണ്ട്, അതായത് പർവ്വതം എന്നുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവത്തിലുള്ള പർവ്വതമാണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് സിനീന, അതായത് സീനായിലെ ആ പർവ്വതം. അങ്ങനെ അത്തൂർ എന്ന് പറയുന്നതിന് പകരം തൂരി സീനീന എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തിൽ സമൂഹത്തിനിടയിൽ അറിയുന്ന ആ പർവ്വതത്തെയാണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇവിടെ അള്ളാഹു തൂരി സീനീന എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരുടെ മുമ്പാകെ മൂന്നാമത്തെ ഉദാഹരണവും വെക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ബൈബിളിൽ നിന്നും ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജ്റത്ത് സംഭവത്തിന് ശേഷമാണ് സീനായ് മലയിൽ നടന്ന സംഭവം നടന്നത്. അതായത് ഫിറോൻ്റെയും അയാളുടെ കൂട്ടരുടെയും അടുക്കൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം ചരിത്രത്തിൽ നടന്നത്. ശുദ്ധ ഖുർആനിൽ സൂറ ബഖറയിലെ 51-52 വചനങ്ങളിൽ അള്ളാഹു പറയുന്നു: വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ വഇദ് വഅദ്നാ മൂസ 40 ലൈലതൻ സുമ്മ ഇത്തഖസ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. അതായത് അള്ളാഹു പറയുകയാണ്: അല്ലയോ ബനീ ഇസ്രായേലികളെ, കടൽ പിളർന്നു നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിർഔൻ്റെയും
കൂട്ടരെയും നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭം ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് ആ ഹിജ്റത്ത് സംഭവത്തിന് ശേഷമാണ് സീനായിലെ പർവ്വതത്തിൽ നടന്ന സംഭവം നടന്നത്. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽഹാമിലൂടെ യഹൂദികൾക്ക് വേണ്ടിയുള്ള 10 കൽപ്പനകൾ വെളിപ്പെടുത്തി കൊടുത്തത്. ഈ 10 കൽപ്പനകളെയാണ് മൊത്തം തൗറാത്തിൻ്റെ റൂട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ തലച്ചോറായി കണക്കാക്കുന്നത്. നോക്കുക, ഇവിടെ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ ഹിജ്റത്തിന് ശേഷമുള്ള വിജയത്തെക്കുറിച്ച് ഈ സീനായ് മലയിൽ വെച്ചാണ് അറിവ് നൽകിയത്. അതേപോലെ തന്നെയായിരുന്നു ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിലും. അദ്ദേഹത്തിൻ്റെ ഹിജ്റത്ത് വിജയകരമായി എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയത് ഒലീവ് ഇലയിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ ഹസ്രത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിലും അദ്ദേഹത്തിൻ്റെ ഹിജ്റത്ത് വിജയകരമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അത്തിമരത്തിൻ്റെ ഇലകൾ അദ്ദേഹത്തിന് കിട്ടിയപ്പോഴാണ്. ഈ 3 ഉദാഹരണങ്ങളും മക്കക്കാരുടെ മുമ്പാകെ വെച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ കരുതുന്നത് മുഹമ്മദിനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ട് നിങ്ങൾ വിജയികളാകുമെന്നാണ്. പക്ഷേ നോക്കുക, ഏതുപോലെ ഹസ്രത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമും ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും തങ്ങളുടെ ഹിജ്റത്തിന് ശേഷം പിന്നീട് വിജയികളായി എങ്ങനെ തിരിച്ചു വരികയുണ്ടായി, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരിൽ വിജയിക്കുന്നതാണ്. അതിനുശേഷം അള്ളാഹു പറയുകയാണ്, വഹാദൽ ബലദിൽ അമീൻ, അതായത് നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ട് സത്യം. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇവിടെ ബലദിൽ അമീൻ എന്ന് പറഞ്ഞതുകൊണ്ട് മക്കയെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ 3 സംഭവങ്ങളും, അതായത് 3 ഹിജ്റത്ത് സംഭവങ്ങളും മുമ്പ് നടന്നതായിരുന്നു. പക്ഷേ ഇത്, അതായത് ഹാദൽ ബലദിൽ അമീൻ എന്നുള്ളത്, ഇത് പിന്നീട് നടക്കാൻ പോകുന്നതായിട്ടാണ് അള്ളാഹു പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റത്തിന് മുമ്പ് മക്ക ഒരു കാരണവശാലും ബലദിൽ അമീനായിരുന്നില്ല, അതായത് സമാധാനമുള്ള ഒരു പട്ടണമായിരുന്നില്ല. മറിച്ച് ആത്മീയതയിലും ഭൗതികതയിലും വളരെ താഴ്ന്ന ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രവചന രൂപത്തിലാണ് അള്ളാഹു പറയുന്നത്. അതായത് ഈ നാട്ടിനെ അള്ളാഹു ബലദുൽ അമീൻ ആക്കുമെന്ന് ആണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും നമ്മൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അതായത് ഫതഹ് മക്കയുടെ അവസരത്തിന് ശേഷമാണ് ആ നാട് നിർഭയമായ ഒരു പട്ടണമായത്. അതായത് ഇവിടെ അള്ളാഹു 3 കഴിഞ്ഞു പോയ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പിന്നെ ഒരു പ്രവചനവും നൽകുകയുണ്ടായി. ആ പ്രവചനം പൂർണ്ണ രൂപത്തിൽ സംഭവിച്ചതായി പിൻകാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതോടെ ഈ ആയത്തുകളുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അടുത്ത ആയത്തിൻ്റെ വിശദീകരണം തുടങ്ങുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.